വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. ചില സ്ത്രീകൾക്ക് വിശേഷം ഉണ്ടായാൽ അത് വളരെ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ കല്യാണം കഴിഞ്ഞാൽ മക്കളുണ്ടാകാമെന്നൊക്കെ പറഞ്ഞാൽ അത് 2-ാം മാസത്തിൽ തന്നെ അബോർഷനായിട്ട് പോകുന്നതായ ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അതിന് അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പോകാം. എന്നാൽ അതെല്ലാം പരിഹരിച്ചിട്ട് വീണ്ടും അതിന് തയ്യാറെടുക്കുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, അബോർഷനാവുക. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള അറിവ് ആർക്കുമില്ല. ശാരീരികമായിട്ടുള്ള അവശതകൾക്ക് അതിൽ തന്നെ അത് പോകാതിരിക്കാനുള്ളതായ പ്രത്യേക ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഇനിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നിട്ട് ചെല്ലുമ്പോഴാവും അടുത്തത് ആയിട്ട് വരുമ്പോൾ 2 മാസത്തിൽ കൂടുതൽ നിൽക്കില്ല, വീണ്ടും പോവാ. അപ്പം അതെന്തുകൊണ്ട് നോക്കുമ്പോൾ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുക. കാരണം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കുറേ സമയങ്ങളായിട്ടുണ്ടാവും അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ മക്കളുണ്ടാവുന്നില്ല, അതൊരു വലിയ വിഷയം. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് മക്കളില്ലാത്തവരുണ്ട്. അവർ പഠിച്ച പണികളൊക്കെ കഴിഞ്ഞിട്ടും മക്കളില്ല എന്നുള്ളത് കൊണ്ട് അതിൽ പൊരുത്തപ്പെട്ട് അതിൽ അവർ സഹകരിച്ചു പോകുന്ന ആളുകളുണ്ട്. കാരണം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൽ അത് ആണിനായാലും പെണ്ണിനായാലും ചിലവർക്ക് അങ്ങനെ ചില ശരീരപ്രകൃതിയോ ഒക്കെ അങ്ങനെ ശരീരത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് കൗണ്ട് കുറവ് അല്ലെങ്കിൽ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചിലപ്പോൾ അത് ശരിയാവാതിരിക്കാം. ഇവിടെ പറയുന്നത് ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങൾ, അത് ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളോ അതേപോലെ തന്നെ ശക്തന്മാരായിരിക്കുന്ന ചില നാഗങ്ങളുടേതായ പ്രത്യേകിച്ച് കരിനാഗങ്ങളുടെ സാന്നിധ്യങ്ങളുള്ള മണ്ണും ഭൂമിയാണെങ്കിൽ അവിടെ വസിക്കുന്നതായ സ്ത്രീകൾക്കാണ് ഇതേപോലെയെങ്കിൽ കൃത്യമായിട്ടും ആ വിശേഷം നിൽക്കാത്തൊരവസ്ഥയും, അതായത് പ്രഗ്നൻ്റായി അത് നിൽക്കാത്തൊരവസ്ഥയും 2 മാസത്തിൽ കൂടുതൽ ആ സാധനം നിൽക്കില്ല. അപ്പോഴേന് എന്തെങ്കിലും കാരണവശാൽ അത് പോയിരിക്കും. അപ്പം അത് ഈ പ്രേതങ്ങളിലായാലും ശരി, അതേപോലെ തന്നെ ചില സർപ്പദോഷങ്ങളിലായാലും ഇതേ സംഭവം നമ്മുടെ കാണാൻ വഴി ഒരുപാട് ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അപ്പൊ നേരത്തെ ഇത് അറിയുന്നതായിട്ട് മുൻപാണെങ്കിൽ നേരത്തെ ആൾക്ക് അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ഡോക്ടറിനെ കാണിക്കും. ആ ഡോക്ടറിനെ കാണിച്ച് മരുന്ന് കഴിക്കും. അതങ്ങനെ കഴിച്ച് അതിന്റെ ആ ഭാഗത്തൂടെ അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് പ്രത്യേകം ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വെച്ച് പിന്നെ ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ആൾക്കിങ്ങനെ ബുദ്ധിമുട്ടാകുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കിടക്കുമ്പോൾ ചില പ്രയാസങ്ങൾ കാണുന്നു. ഇവിടെ അങ്ങനെ വല്ലൊരു ദുർമരണപ്പെട്ടു പോയിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിൽ ചില അടയാളങ്ങളോ ചില സംസാരങ്ങളോ കരച്ചിലോ അത് ചിരിയോ അല്ലെങ്കിൽ പാദസരത്തിന്റെ സൗണ്ടോ അങ്ങനെ പലതും കേൾക്കാം. ചില പരിചയമില്ലാത്ത വീട്ടിലൊക്കെ പോയി നിൽക്കുക അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി വരുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഭയപ്പെടുന്നു. ആ ഭയപ്പെടലിൽ കൂടി ആ സാന്നിധ്യങ്ങൾ ശരീരത്തിലേക്ക് തന്നെ വരണം. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു തവണ വന്നു കഴിഞ്ഞാല് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എവിടെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോ അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് മാറ്റുക. അപ്പോ ചില ക്ഷേത്രങ്ങള് സർപ്പ സാന്നിധ്യങ്ങള് ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അപ്പൊ അതിനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ അത് മുൻകാലത്ത് ഇപ്പൊ ആരും അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യില്ല. മുൻകാലത്ത് അങ്ങനെ മരണപ്പെട്ടു പോയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ദുർമരണപ്പെട്ടിരിക്കുന്ന തൂങ്ങി മരിച്ചു അങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിലുള്ളതായ ചില പ്രേതദോഷം ഉണ്ടെങ്കിൽ അതിന്റെ ഏതാ വൃക്ഷം വെച്ചെങ്കിൽ ആ വൃക്ഷം മുറിക്കാതെ അതിന്റെ അടുത്തുകൂടുള്ള യാത്ര അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അവസ്ഥകൾ, അവിടെ വീട് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലുള്ളതായ ദുരിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് നോക്കിയറിയുക, കർമ്മങ്ങൾ ചെയ്യുക, അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുക. ആ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം ആ പ്രേതാത്മാക്കളെ അദ്ദേഹം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിന് ഗതി വരുത്തുക. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. സർപ്പദോഷത്തിന് ആദ്യം സർപ്പപ്രതിമ, പുറ്റുമുട്ട എന്നിവയിലേക്ക് ആവാഹിച്ചിട്ട് സർപ്പക്കാവിൽ കൊടുത്ത് അത് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിനെ നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് നോക്കുക.
നോക്കി അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഈ വീട്ടിൽ വന്നിരിക്കാനായിട്ട് കഴിയില്ല, വീട്ടിൽ നിന്ന് അത്രയും പെട്ടെന്ന് ഓടി പോകാനാ തോന്നുക, വീട്ടിൽ നിൽക്കണ്ട, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഭർത്താവിനോടോ വീട്ടുകാരോടോ പറയുമ്പോൾ അവർ ചിലപ്പോൾ അത് കളിയായിട്ട് വിചാരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, ഉറക്കില്ലായ്മയുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജി ആളിനെ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇതുകൂടി കൊണ്ടായിരിക്കാം ഇവിടെ നിൽക്കണ്ട എന്ന് പറയാൻ കാരണം. അപ്പൊ വീട്ടുകാർക്ക് ഇങ്ങനെ സംഭവത്തിൻ്റെതായ ദുരിതങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരത് മുഴുവൻ ശരിവയ്ക്കുന്നില്ല. എങ്കിലും അത്രയധികം സ്നേഹമുള്ള അമ്മയ്ക്കാണ് വെച്ചെങ്കിൽ ഇത്ര ഇങ്ങനെ തന്നെ മാതിരി ബുദ്ധിമുട്ടുണ്ട്, അതെന്താണ് ഏതാണ് നമുക്കൊന്ന് കർമ്മങ്ങൾ ചെയ്ത് അല്ല വായിക്കണം. നമുക്ക് അതിന് മുമ്പ് എന്താണെന്ന് നോക്കണം, നോക്കിയിട്ട് പറയണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇത് എന്താണ് ഏതാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇവരിയ്ക്കുന്ന സ്ഥലത്താണ് പ്രശ്നമെങ്കിൽ, ഇരിക്കുന്ന സ്ഥലത്താണ് ഇവരുടെ ഇതിന്റെ നാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് വെച്ചെങ്കിൽ അവിടെ സർപ്പത്തിന്റെ വരവും പോക്കുണ്ടാവും. അപ്പോ ആ വരവ് ചിലപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ. ആ പഴയ കാലത്ത് ചിലപ്പോൾ ഒടിച്ചു വിട്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം. പഴയ കാലത്തൊന്നും വലിയ വഴക്കല്ല ഇവരൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ദുരിതങ്ങൾ കളയുക, ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളിൽ നിൽക്കുക, പ്രേതാദികളുടെ ദുരിതങ്ങളിൽ നിൽക്കുക, അവർക്ക് നല്ലൊരു സ്ഥാനങ്ങൾ കണ്ടെത്തുക. ആ സ്ഥാനങ്ങൾ കണ്ടെത്തിയതിന് ശേഷം അവരുടെ കുടിയിരുത്തുക, നിത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, ആ ജാതി ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദുരിതങ്ങളൊക്കെ മാറി നല്ലത് വരാനായിട്ടുള്ളതായ യോഗം ഭാഗ്യം എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വീട്ടുകാർ അവർ വന്ന് വീട് മേടിക്കണു, വീട് മേടിച്ചിട്ട് അവിടെ ഉള്ള സൗകര്യത്തിൽ ഒക്കെ വളരെ വൃത്തിയാക്കി അടിച്ച് ഭംഗിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ആ വീട്ടിൽ താമസിക്കാനായിട്ട് തുടങ്ങും. അതായത് പ്രേത ദുരിതങ്ങളോ മറ്റു അനർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല ഇതിൽ ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, സ്ഥലം മേടിച്ചിട്ട്. പക്ഷെ ആ സ്ഥലത്തിൽ ആ വീട്ടിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടാകും എന്നുള്ളത് വരുന്നവർക്കറിയില്ല. അപ്പൊ ആ സ്ഥലത്ത് ശക്തമായിരിക്കുന്നതായ ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതായ പ്രേതദോഷങ്ങള്, ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങള് കാഴ്ചവെച്ചിരുന്ന സമയത്ത് ചില കർമ്മികള് കുറെ അധികം ആളുകൾ വന്നിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിനടക്കം വെച്ചിട്ടുള്ള പോലെ ഇതിനടക്കം വെക്കുകയും, അപ്പൊ ഈ ധർമ്മദൈവാദികളുടെ അനുഗ്രഹത്തിന് വേണ്ടി കൃത്യമായിട്ട് ആചരിക്കുക. ആ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങളോ സഹായങ്ങളോ ഉണ്ടെങ്കിൽ ദേവി ദേവന്മാരെ കൃത്യമായിട്ട് ആചരിക്കുക. ആചാരങ്ങൾ തെറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ വീട്ടിലേക്ക് പല പല അനർത്ഥങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ ധർമ്മദൈവാദികളുടെ കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചിന്തിക്കുക. അപ്പൊ ധർമ്മദൈവാദികളെ പൂജിക്കുക. അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ പ്രേതദോഷത്തിന്റെ ദുരിതത്തിനൊക്കെ തീർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത തരത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ട് വീണ്ടും വീണ്ടും ഓരോ അനർത്ഥങ്ങൾ വരും. ആ കുടുംബനാഥയ്ക്കും ആയുസ്സിനെയും ആരോഗ്യത്തിനെയും തന്നെ അതൊരു പേടി സ്വപ്നമായിട്ട് മാറും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.